ഈ അഞ്ചാം മന്ത്രി വിവാദം ഈ കേരള രാഷ്ട്രീയത്തിൽ UDFന്റെ തകർച്ചയിലേക്ക് എത്തുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തി. ഒടുവിൽ ഉമ്മൻചാണ്ടി കോൺഗ്രസ് ഹൈക്കമാൻഡിനോട് പോലും ചോദിക്കാതെ അഞ്ചാം മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വന്നു. ഇതിൽ മുസ്ലിങ്ങൾക്ക് 5 അല്ല 8 മന്ത്രിസ്ഥാനം കൊടുക്കുന്നതിനും ഇവിടെ നമ്മളാരും എതിരല്ല. എന്നാൽ മുസ്ലിം ലീഗ് ഒരു മതാധിഷ്ഠിത പാർട്ടിയാണ്, ഒരു മതേതര പാർട്ടിയല്ല. ഒരു മതാധിഷ്ഠിത പാർട്ടിയായ മുസ്ലിം ലീഗിന് 5 മന്ത്രിസ്ഥാനം ലഭിക്കുന്നതോടുകൂടി കേരളത്തിലെ ഭരണ സംവിധാനത്തിൽ വരുന്ന മതാധിഷ്ഠിത ശക്തികളുടെ ഇടപെടൽ, അതിനെയാണ് ഇവിടെ ജനങ്ങൾ ചോദ്യം ചെയ്തത്. TP ചന്ദ്രശേഖരൻ വധത്തിന്റെ മറവിൽ സംസ്ഥാനത്ത് UDF ഗവൺമെന്റിന്റെ അഴിമതിയും വിദ്യാഭ്യാസ കച്ചവടവും ജനദ്രോഹ നയങ്ങളും അരങ്ങേറുന്നുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. MA അഷ്റഫ് അനുസ്മരണത്തിന്റെ ഭാഗമായി തടിക്കാട് പുളിമുക്കിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് അരങ്ങേറുന്ന അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഭരണത്തിന്റെ പിടിപ്പുകേടിനും മറയിടുന്നതിനായി UDF ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതാണ് TP ചന്ദ്രശേഖരൻ വധമെന്ന് കോടിയേരി പറഞ്ഞു. CPIM അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗം രവീന്ദ്രൻ പിള്ളയുടെ അധ്യക്ഷതയിൽ ചേർന്ന അനുസ്മരണ സമ്മേളനത്തിൽ SFI സംസ്ഥാന വൈസ് പ്രസിഡന്റ് AA റഹീം രക്തസാക്ഷി അനുസ്മരണ പ്രഭാഷണം നടത്തി. CPIM ജില്ലാ സെക്രട്ടറി K രാജഗോപാൽ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ S ജയമോഹൻ, ജോർജ് മാത്യു, CPIM അഞ്ചൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറി K ബാബു പണിക്കർ, അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് G പ്രമോദ്, CPIM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അനിൽകുമാർ, VS സതീഷ് തുടങ്ങിയവർ സംസാരിച്ചു. MA അഷ്റഫ് അനുസ്മരണ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന വിദ്യാഭ്യാസ അവാർഡ് ദാന ചടങ്ങിൽ +2 ഉന്നത വിജയം കരസ്ഥമാക്കിയ MA അഷ്റഫിന്റെ മകൻ ഇജാസ് അഷ്റഫിന് കോടിയേരി ഉപഹാരം സമർപ്പിച്ചു. അനുസ്മരണ ദിനത്തിന്റെ ഭാഗമായി CPIMന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിച്ചിരുന്നു. റാലി തടിക്കാട് ചന്തമുക്ക് വഴി പുളിമുക്കിൽ സമാപിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ MA അഷ്റഫിന്റെ വീട് സന്ദർശിച്ച ശേഷമാണ് മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.